Hello, once again, happy welcome to my English class. PUN ഗ്ലോബൽ NOSൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ന്യൂ സിലബസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് മുമ്പത്തെ ഓൾഡ് സിലബസിൽ നമ്മൾ എല്ലാ പാഠങ്ങളും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതാണ്. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന NIOSൻ്റെ +2 വിദ്യാർത്ഥികൾക്കായുള്ള 8ാമത്തെ പാഠം ആണ്. ദ നെക്ലേസ് എന്ന് പറഞ്ഞ ലെസനാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അതിൻ്റെ പാർട്ട് 1 സെക്ഷൻ 1ൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കേൾക്കാത്തവർ അത് കേട്ടതിന് ശേഷം മാത്രം തുടർന്നുള്ള ഈ 2ാം ഭാഗം കേൾക്കുക. പിന്നെ ഒരിക്കൽ കൂടി ഈ NIOS വിദ്യാർത്ഥികൾ PUN ഗ്ലോബൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം NIOSുമായി ബന്ധപ്പെട്ട എല്ലാവിധ ഡീറ്റെയിൽസുകളും നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് ചെയ്യുന്നത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇംഗ്ലീഷിൻ്റെ ന്യൂ സിലബസിലെ 8ാം പാഠത്തിൻ്റെ സെക്ഷൻ 2 ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരിക്കൽ കൂടി പറയുന്നു, സെക്ഷൻ 1 കേൾക്കാത്തവർ കേട്ടതിന് ശേഷം മാത്രം സെക്ഷൻ 2 കേൾക്കുക. അതല്ല എങ്കിൽ നിങ്ങൾക്കൊരു പിടുത്തം ഉണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് PUN ഗ്ലോബലിൻ്റെ പ്ലേലിസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ NIOSൻ്റെ ക്ലാസ്സുകളുടെ വീഡിയോസ് ഉണ്ടാവും. ഞാൻ പല വിഷയങ്ങളും കൈകാര്യം ചെയ്തുകൊണ്ട് പല വീഡിയോസുകളും അപ്ലോഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടുന്ന വീഡിയോസ് അതിൽ കൂടെ കേൾക്കാൻ താല്പര്യപ്പെടുന്നു. എല്ലാവരും ടെക്സ്റ്റ് എടുക്കുക. ടെക്സ്റ്റിൻ്റെ വരികളിലൂടെ നിങ്ങളെപ്പോഴും ഇംഗ്ലീഷ് ശ്രദ്ധിക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് മുമ്പിൽ വെച്ചിട്ട് വേണം കേൾക്കാൻ. ഇവിടെ നമ്മൾ ഒരു പെർസൺ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ യങ് ഗേൾ തൻ്റെ ഫാൻറ്റസിയെക്കുറിച്ച് പറയുന്ന ഭാഗമാണ്. ജനിക്കുമ്പോൾ സൗന്ദര്യം മാത്രം കൈമുതലായിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ രോദനങ്ങൾ. ബിക്കോസ് ഷീ ഹാഡ് സം ഡ്രീംഫുൾ ലൈഫ്, വളരെ സ്വപ്നപരമായ ഒരു ജീവിതമാണ്. ബട്ട് ഷി വാസ് ഡെസ്റ്റിൻ ടു ബി ലിവ്ഡ് ഇൻ സച്ച് എ പോവർട്ടി സ്ട്രൈക്കൻ ഫാമിലി. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി തൻ്റെ ജനിക്കപ്പെട്ട ദ സിറ്റുവേഷൻ ആൻഡ് ദ സറൗണ്ടിങ് ഇൻ വിച്ച് ഷി വാസ് ബോൺ, അതിൽ മോൺ ചെയ്യുകയാണ്, വിലപിക്കുകയാണ്. നോക്കാം, സെക്ഷൻ 2 ആണ്. ആ പെൺകുട്ടിയുടെ പേര് മാത്തിൽഡെ എന്നാണല്ലേ. അപ്പം ഇത് നമുക്കറിയാം, ഗൈഡി മൊപ്പസൻറ്റിൻ്റെ ഒരു സ്റ്റോറിയാണ്, ഇംഗ്ലീഷ് സ്റ്റോറിയാണ്. നല്ല ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ പലയിടത്തും ലോങ് സെൻറ്റൻസുകളാണ് ഉണ്ടാവുക. അതുകൊണ്ട് അത് മുറിച്ച് ഇന്ത്യൻ ഇംഗ്ലീഷ് സ്റ്റോറി അല്ല. അതുകൊണ്ട് കട്ട് ചെയ്തിട്ട് മനസ്സിലാക്കിയിരിക്കണം. നോക്കും, മാത്തിൽഡെ സഫേർഡ് സീസ്ലെസ്ലി മീൻ കണ്ടിന്യൂസ്ലി. സീസ്ലെസ്ലി പറഞ്ഞാൽ ഫുൾ സ്റ്റോപ്പ് ഇല്ല, നിർത്താതെ കഷ്ടപ്പാട്. അങ്ങനെയാണല്ലോ, കഷ്ടപ്പാടുള്ളവർക്ക് ഒന്നിനു പുറകെ ഒന്നൊന്നായി വന്നുകൊണ്ടേയിരിക്കും. ഫീലിംഗ് തോന്നിക്കൊണ്ട്, ഹേഴ്സൽ സ്വയമേവ, ബോൺ ടു ജനിക്കപ്പെട്ടവളാണ്, എൻജോയ് ആസ്വദിക്കാൻ, ഓൾ ഡെലിക്കസീസ് ആൻഡ് ലക്സുറീസ് ഈ ഭൂമിയിലുള്ള എല്ലാ ലക്സുറീസുകളും ആർഭാടങ്ങളും അതുപോലെ ജീവിത ഡെലിക്കസിയും സുഖാനുഭവങ്ങളും ഒക്കെ ആസ്വദിക്കാനായി ജനിച്ചിട്ടുള്ള ഞാനാകുന്ന പെൺകുട്ടി എന്നാണ് അവളുടെ തോന്നുന്നത്. പക്ഷെ ഞാൻ ജനിച്ചത് തന്നെ ഈ ലോകത്തിലുള്ള എല്ലാ ലക്സുറികളും ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ് എന്ന തോന്നലോടെ ഉള്ള അവള്. ഷി വാസ് ഡിസ്ട്രസ്ഡ്, പക്ഷെ അവൾ ആകെ ഡിസ്ട്രസ്ഡ് ആണ്, ഒപ്രസ്ഡ് ആണ്. ഷി വാസ് ഡിസ്ട്രസ്ഡ് അറ്റ് ദ പോവർട്ടി, ദാരിദ്ര്യത്തിൽ, ഓഫ് ഹർ ഡ്വെല്ലിംഗ്, തൻ്റെ താമസ സ്ഥലത്തെ, ഡ്വെല്ലിംഗ് പാർപ്പിടം നടത്തുന്നുണ്ട്. ഇവിടെ അവളുടെ വീട്ടിലെ തൻ്റെ ഡ്വെൽ ചെയ്യുന്ന സ്ഥലത്തെ, തൻ്റെ ഹൗസിലെ നടത്തം, അവിടുത്തെ ദാരിദ്ര്യം കണ്ട ആകെ ഡിസ്ട്രസ്ഡ് ആയിട്ടുള്ള, കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നില്ല ഒരവസ്ഥ. അറ്റ് ദ ബെയർനെസ് ഓഫ് ദ വാൾ, അവൾ താമസിക്കുന്ന ഡ്വെല്ലിംഗ് പാർപ്പിടത്തിന്റെ ചുമരൊക്കെ നോക്കിയപ്പോൾ ഒക്കെ നഗ്നമായി നിൽക്കുക, ഒന്ന് വിത്തൗട്ട് എനി ഡെക്കറേഷൻ. ബെയർനെസ് പറഞ്ഞാൽ നേക്കഡ്, നഗ്നമായി നിൽക്കുന്ന ചുമരുകൾ എന്ന് പറഞ്ഞാൽ സാധാരണ വലിയ പണക്കാര വീടുകളിലൊക്കെ ചുമരിലൊക്കെ ഒരുപാട് ആലങ്കാരിക വസ്തുക്കൾ ഉണ്ടാവുമല്ലോ അല്ലേ. ഇപ്പൊ ഇവിടെ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പറയുകയും വേണ്ട. ഡ്വെൽ വാൾസ് ആൻഡ് ദ ഷാബി ചെയർ, അവിടെ ഇവിടെയൊക്കെ ഇട്ടിരിക്കുന്ന കസാരകൾ, വൃത്തി കെട്ട ചളി ആയിട്ടുള്ള, ഷാബിയായ, അൺടൈഡി ആയിട്ടുള്ള
ഒരു വൃത്തിയുമില്ലാത്ത കസാരകൾ കണ്ട് അവൾ മനം വളരെയധികം സങ്കടപ്പെട്ടിരിക്കുകയാണ്. പിന്നെന്താ, ദ അഗ്ലിനെസ് ഓഫ് ദ കർട്ടൻ. അയ്യോ, ഈ പിന്നെ ജനവാതിലും അതുപോലെ കട്ടിൽ നമ്മുടെ വാതിലിലും ഒക്കെ തൂക്കിയിരിക്കുന്ന കർട്ടൻ, ഇംഗ്ലീഷുകാരെ സംബന്ധിച്ചോളം അതൊക്കെ വലിയ കാര്യമാണ് അല്ലേ. അവർ വരുന്ന 5 സ്റ്റാർ 3 സ്റ്റാർ ഹോട്ടലൊക്കെ അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ, എങ്ങനത്തെ ഹോംലി അറ്റ്മോസ്ഫിയറുള്ള സ്ഥലത്തെ സാധാരണ ഇംഗ്ലീഷുകാരൊക്കെ താമസിക്കൂലേ. നമ്മളിപ്പോൾ ഇവിടെ കേരളക്കാരൊക്കെ എല്ലാ ചപ്പും ചോറിലും ബസ് സ്റ്റാൻഡിലും കിടന്നുറങ്ങുന്ന ടീമാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അവള് ഒരു ഭാഗത്ത് സ്വപ്നം കാണുന്നു ഇതൊക്കെ, പക്ഷെ മറുഭാഗത്ത് തന്റെ വീടാണെങ്കിൽ ദാരിദ്ര്യത്തിൽ മുങ്ങിക്കുളിച്ച് നടക്കുന്ന വീട്. ദെൻ ആൾ ദോസ് തിങ്, ആ പറയുന്ന എല്ലാ കാര്യങ്ങളും, നേരത്തെ പറഞ്ഞ ആൾ ദോസ് തിങ് ഏതൊക്കെയാണ്? ഈ അലങ്കാരിക ചിത്രപ്പണികൾ മുതലായ വസ്തുക്കളൊക്കെ ഓഫ് വിച്ച് അതില് അനദർ വുമൺ, മറ്റൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ, ഓഫ് അനദർ വുമൺ റാങ്ക്, അവളുടെ അതേ റാങ്കിലുള്ള, അതേ അവസ്ഥയിലുള്ള, അല്ലെങ്കിൽ അവളുടെ അതേ പദവിയിലുള്ള പെണ്ണ് വുഡ് നെവർ, ഒരിക്കലും ഹാവ് ബീൻ കോൺഷ്യസ്, ഒരിക്കലും ബോധവതിയാവില്ല. കോൺഷ്യസ് ആണല്ലേ ബോധം. ഇവളുടെ ഇതേ സ്റ്റാറ്റസിലുള്ള വേറെ വല്ല പെൺകുട്ടികളാണെങ്കിൽ ഇത് ഒരിക്കലും ബോധേഡായിരിക്കില്ല ഇല്ലേ. നമ്മൾ പല വ്യക്തികളും പല മാതിരിയാണ്. ചിലരൊക്കെ ഈ ഫാന്റസി ലോകത്തിൽ ജീവിക്കുന്നവരാണ്. താൻ ജനിച്ചിട്ട് താനാകുന്ന വ്യക്തി സ്വപ്നം കാണാൻ പൈസയും കൊടുക്കണ്ടല്ലേ. അപ്പൊ അങ്ങനെ നെവർ ഹാവ് ബീൻ കോൺഷ്യസ്, ഒരിക്കലും ബോധപ്പെടില്ല തന്റെ നാളത്തെ. ടോർച്ചേർഡ്, പീഡിപ്പിക്കപ്പെട്ടുകൊണ്ട്, ടോർച്ചേർഡ്, ഇതൊക്കെ അവൾ ആകെ പീഡിപ്പിക്കപ്പെട്ടു. മേഡ് ഹർ ആംഗ്രി, അവൾക്ക് ആകെ ദേഷ്യം വന്നു. അങ്ങനെയാണല്ലേ, എന്താ, കാമാത് ക്രോധം മുതിച്ചത് എന്നല്ലേ, കാമത്തിൽ നിന്നാണ് ക്രോധം ഉണ്ടാവുക. ഡിസയർ ഡിസയർ ഡിസയർ, തീരാത്ത ആഗ്രഹം. അത് സബലീകരിക്കാൻ പറ്റാതെ വരുമ്പോൾ എന്തുണ്ടാവും? കാമക്രോധമൊക്കെ വരും. അപ്പോൾ ഇവിടെ ആകെ കോപകുലയാക്കി. കാരണം ഒരു ഭാഗത്ത് അവൾ ഒരു വലിയ സ്വപ്നം കാണുന്നു. ഷി വാസ് നോട്ട് ഏബിൾ ടു ഫുൾഫിൽ ഹർ ഡ്രീം, സോ വൈ ഷി വാസ് വെരി ആംഗ്രി. സ്വപ്നം പൂർത്തീകരിക്കാതെ വരുമ്പോൾ, അത് അവൾ മാത്രമല്ല, നിങ്ങളും എല്ലാവരും അങ്ങനത്തെ മനുഷ്യ സഹജരായിരിക്കുന്ന അല്ലേ. നമ്മളൊക്കെ ഈ ഔട്ട്സൈഡ് സബ്ജക്റ്റുകളുടെ പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ്. വി ആർ ആൾവേസ് ആഫ്റ്റർ ഔട്ട്സൈഡ് സബ്ജക്റ്റ് ഓറിയന്റേഷൻ അല്ലേ. ബഹിർമുഖമായ ഇന്ദ്രിയ വിഷയങ്ങളിൽ അങ്ങനെ പ്രലോഭിപ്പിക്കപ്പെട്ടുകൊണ്ട്, അതിൽ ആസ്വദിച്ചുകൊണ്ട്, അതിൽ എൻജോയ് ചെയ്തുകൊണ്ട് ജീവിക്കാൻ താല്പര്യമാണ് അധികം പേരും അല്ലേ. അപ്പം നെക്സ്റ്റ് എന്താ പറയുന്നത്? ദ സൈറ്റ്, അവിടെ നിങ്ങളുടെ കുറച്ച് ശ്രദ്ധിക്കണം. ദ സൈറ്റ് ഓഫ് ദ ലിറ്റിൽ ബ്രിട്ടൻ പെസന്റ്. അവൾക്ക് ഈ ബ്രിട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസിലെ ബ്രിട്ടൻ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ ബ്രിട്ടനി ഫ്രാൻസിലാണ്. അവിടെ ഈ കർഷക പെൺകുട്ടികളുണ്ട്, ഭയങ്കര വർക്കോൾസ് അല്ലെങ്കിൽ ഭയങ്കര വർക്കഹോളിസ്റ്റിക് ആണ് അവർ. ചൈനീസ് ജാപ്പാനീസ് ഒക്കെ ഉണ്ടല്ലേ, എന്ത് പണി ചെയ്യാൻ മടിയില്ലാത്തതാണ്. ഇവിടെ നമ്മുടെ നാടുകളിലൊക്കെ ഈ ചളിയാവുക, അതുപോലെ ചാണകം കയ്യിലാവുക, എന്ന കർഷക സ്ത്രീകൾ അങ്ങനെയല്ല. അപ്പൊ ഇവിടെ അങ്ങനത്തെ ചിത്രം കണ്ടാല്, ദ സൈറ്റ് ഓഫ് ദ ലിറ്റിൽ കൊച്ച് ബ്രിട്ടൻ പെസൻ മീൻ ഫാർമർ കണ്ടാല്, അവരാട്ടെ ഡിഡ് ഹർ ഹംബിൾ, അവളുടെ ലളിതമായ ഹൗസ് വർക്ക്, അവർക്ക് ഒരു മടിയില്ല വീട്ടു ജോലിയൊന്നും ചെയ്യാൻ. വീട്ടിൽ ചെറിയ ഹംബിളായ ചെറിയ ചെറിയ ജോലികളൊക്കെ ഉണ്ടല്ലോ, അത് ചെയ്ത് നടക്കുന്ന ഒരു കർഷക ഫ്രാൻസിലെ പെൺകുട്ടികളെ കണ്ടാൽ ദോഷം വരും. അവർക്ക് അറോസ്ഡ് എന്നാണ്, ഉയർത്തി ജ്വലിപ്പിച്ചു. ഇൻഹർ, അവളുടെ ഒരു ഡെസ്പയറിങ് റിഗ്രറ്റ്, നിരാശാജനകമായ സങ്കടം, റിഗ്രറ്റ്. എന്താ, നമ്മുടെ നാട്ടിൽ അങ്ങനെയുണ്ട് അല്ലേ. ഒരു കർഷക സ്ത്രീയോ കർഷകനെയോ ഒക്കെ കണ്ടാൽ പുച്ഛിക്കുന്നവരുണ്ട്. പക്ഷെ ആ കർഷകൻ എല്ലും പണിയെടുത്തിട്ടാണ് നമ്മൾ ബിരിയാണിയൊക്കെ കഴിക്കാനുള്ള അരി ഉണ്ടാക്കുന്നത്, നമ്മൾ ബോധേഡല്ല. പക്ഷെ ഈ ചൈനയിലൊക്കെ തിരിച്ചിട്ടാണ്. അപ്പൊ ഇവക്കൊരു കർഷക പെൺകുട്ടിയെ കാണുമ്പോൾ ഇങ്ങനെ കലിപ്പ് കയറുന്നു. അറോസ്റ്റ് ഹെർ, ഉണർത്തി അവളിൽ ഒരു ഡെസ്പയറിങ്, എന്താ ഡെസ്പുണ്ടാക്കുന്ന, റിഗ്രറ്റ് എന്താ ദുഃഖം, ആൻഡ് ബിവിൽഡറിങ് ഡ്രീം എന്നാണ്, ആശയക്കുഴപ്പത്തിലാക്കുന്ന സ്വപ്നങ്ങൾ. ബിവിൽഡറിങ് മീൻ കൺഫ്യൂസിങ്. ഓക്കെ, ആകെ തന്റെ സ്വപ്നമൊക്കെ ഈ ചിത്രം കാണുമ്പോൾ അത് വേണ്ട, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അങ്ങനത്തെ ഒരു കാഴ്ച കണ്ടാലും മതി, അവക്ക് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കണം. അങ്ങനെ ഉണ്ടല്ലോ കുറെ ആൾക്കാർ അല്ലേ, ഔട്ട്സൈഡ് ഫാന്റസിയിൽ മാത്രം. വീട്ടിൽ വെപ്പും തീരൊന്നും ഇല്ലെങ്കിലും വേണ്ടില്ല, വൈകുന്നേരമൊക്കെ പുറത്തിറങ്ങി വല്ല ഹോട്ടലിലൊക്കെ പോയി ഷവർമയൊക്കെ എന്തെങ്കിലുമൊക്കെ തിന്നും കുടിച്ച് ഇങ്ങനെ ബില്ല് കൊടുത്ത് അവസാനം കെട്ടിത്തൂങ്ങി ചാവണ്ടി വന്നാലും വേണ്ടില്ല,
അങ്ങനെ ആർഭാടമായി ജീവിക്കാൻ താല്പര്യമുള്ള കുറേ കുട്ടികളുണ്ട്. ആ കാറ്റഗറി പെട്ടവളാണ് ഇവള്. നെക്സ്റ്റ് എന്താ? തോട്ട് എന്നുള്ള തിങ്കിന്റെ പാസ് അവൾ ചിന്തിച്ചു. ഓഫ് സൈലന്റ്. ഇനി അവളുടെ ചിന്തകൾ എന്താ? തോട്ട് ഓഫ് എന്ത്? ഒരു ഭാഗത്ത് ആ സൈലന്റ് ആയ ഒരു ആന്റി ചേമ്പേഴ്സ്, തൻ്റെ വീടിന്റെ തൊട്ട് മുമ്പിലുള്ള പൂമുഖം എടുത്തോളൂ. ഇവിടെ ഒരു ആന്റി ചേമ്പറിൽ റൂമിൽ ഹങ് തൂങ്ങിക്കിടക്കണം. എന്ത് തൂങ്ങണം? ഓറിയന്റൽ ടേപ്സ്റ്ററി. ഈ പാശ്ചാത്യ നാടുകളിൽ കാണപ്പെടുന്ന ടേപ്സ്റ്ററികൾ എന്ന് പറഞ്ഞ കർട്ടൻസ്, തോരണങ്ങളൊക്കെ തൂക്കിയിട്ടുള്ള ആലങ്കാരിക വസ്തുക്കളൊക്കെ തൂക്കിയിട്ടുള്ള ഒരു പൂമുഖം. ഇലൂമിനേറ്റഡ്, അത് ആകെ തിളക്കമാർന്നതാവണം. ഇലൂമിനേറ്റഡ് അല്ലെങ്കിൽ ഇലൂമിൻഡ്, തിളക്കമുണ്ടാക്കുക ബൈ എന്ത്? ആൾ ബ്രോൺസ് കളറോട് കൂടിയുള്ള കാൻഡിൽ ബ്ര വേണം. നമ്മുടെ ഇംഗ്ലീഷുകാർക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തതാണ് കാൻഡിൽ സ്റ്റിക്ക് ഇല്ല, മെഴുകുതിരി. പള്ളിയിലൊക്കെ മെഴുകുതിരി കത്തിക്കുമല്ലോ. അപ്പം ആ മെഴുകുതിരി തന്നെ സിൽവർ സ്റ്റിക്ക് ഉണ്ട്, ഗോൾഡ് സ്റ്റിക്ക് ഉണ്ട്. ഇവിടെ എന്താ പറയുന്നത്? ബ്രൗൺ സ്റ്റിക്ക് ആയിട്ടുള്ള ഒരു മെഴുകുതിരി കുത്തിവെക്കുന്നത് പോലും വളരെ ലക്സറി ആയിട്ടുള്ള ഒരു കാൻഡിൽ സ്റ്റിക്ക് ആയിരിക്കണം. മാത്രമല്ല രണ്ട് ഗ്രേറ്റ് ഫുഡ്മാൻമാർ വേണം. ഇൻ നീ ബ്രീച്ചസ് എന്ന് ആലോചിച്ചൊക്കെയുള്ള സ്വപ്നം. അതായത് കാൽമുട്ട് വരെ, അല്ലേ? ഇംഗ്ലീഷുകാർ അങ്ങനെയാണല്ലോ. നീ എന്ന് പറഞ്ഞത് അർത്ഥം KNE, നീയാണ് കാൽമുട്ട്. ബ്രീച്ചസ് ആണ് ട്രൗസേഴ്സ് ഇവിടെ അർത്ഥം കേട്ടോ. ഈ മദാന്മാരും സാഹിബ്മാരൊക്കെ ഇടുന്നില്ലേ, മുട്ടിന്റെ അത്രയും വരെ ഇറക്കമുള്ള ട്രൗസർ ഇട്ട് നിൽക്കുന്ന രണ്ട് ആൾക്കാർ പൂമുഖത്ത് ഇങ്ങനെ. അയാള് സ്ലീപ്സ്, ഉറങ്ങണം. ഇൻ എ ബിഗ് ആം ചെയർ. എന്നൊക്കെയുള്ള സ്വപ്നമാണ്. പൂമുഖത്ത് സാധാരണ ഒരു ചാരു കസേര ഉണ്ടാവില്ല, ആം ചെയർ. നമ്മളിവിടെയൊക്കെ പറഞ്ഞാൽ അവളുടെ സ്വപ്നം എന്ന് പറഞ്ഞാൽ നല്ലൊരു വർണ്ണസമ്പളമായ ഒരു പൂമുഖം. ആ പൂമുഖത്ത് രണ്ടാൾക്കാർ ഒരു തുപ്പക്കോളാമ്പിയൊക്കെ വെച്ച് മുറുക്കി ഒരു വേഷ്ടിയൊക്കെ തോണ്ടിട്ട്, നമ്മളവിടുത്തെ പറയുകയാണെങ്കിൽ ഭയങ്കര എന്താ പ്രൗഢിത്വം വിളിച്ചു പോകുന്ന ഒരു പൂമുഖം. അതാണ് ഇവളുടെ സ്വപ്നം. അവിടെ ഇംഗ്ലീഷുകാരുടെ പ്രൗഢിത്വമാണ്. അവരുടെ പ്രൗഢിത്വം എന്ന് പറഞ്ഞാൽ എന്തിനാണ്? അർദ്ധ വസ്ത്രധാരികളായിരിക്കുന്ന രണ്ട് ഫുഡ്മെന്മാര്. ഇവിടെ ഫുഡ്മെന്മാരൊക്കെ ഇങ്ങനെ അവിടുത്തെ ശരിക്കും ഫുഡ്മെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വ്യക്തികൾ, അതായത് കാവൽക്കാര് പോലെ എന്നുള്ളത്. അയാള് സ്ലീപ്പ്, ഉറങ്ങണം. ഇൻ ദ ബിഗ് ആം ചെയർ, ഒരു വലിയ ചാരു കസേരയിൽ കിടന്നുറങ്ങുന്ന രണ്ട് കാരണവന്മാര്, അല്ലേ? ഈ മെയ്ഡ് ഡ്രോസി, അവർക്ക് ഇങ്ങനെ ഉറക്കം വരിക, മയക്കം വരിക. ഡ്രോസി ബൈ ദ എങ്ങനെ? ഒപ്രസീവ് ഹീറ്റ് ഓഫ് ദ സ്റ്റൗ. ഇവരെ വീട്ടിലൊക്കെ ഈ സ്റ്റൗ ഉണ്ടാവുമല്ലോ, ടു കീപ് ദ കോൾഡ് ഔട്ട്, തണുപ്പ് അകറ്റാൻ വേണ്ടി. നിങ്ങൾ ഊട്ടിയിലൊക്കെ പോകുകയാണെങ്കിൽ നെരിപ്പോട് എന്ന് പറഞ്ഞ ഒരു അടുപ്പില്ല, അതുപോലെ വലിയ വലിയ പൈസക്കാരുടെ വീട്ടിലൊക്കെ ഒരു തണുപ്പ് അകറ്റാൻ വേണ്ടി ഒരു സ്റ്റൗ ഉണ്ടാവില്ലേ. അപ്പം ആ സ്റ്റൗവിൻ്റെ അടുത്തൊരു ചാര കസേര ഇട്ട് അതിൽ ഇങ്ങനെ അല്പം മയക്കത്തോടെ കിടക്കുന്ന രണ്ട് കാരണവന്മാർ ഒക്കെ ഉള്ളൊരു വീട്. അവിടെ സ്വപ്നം അതാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള 2 ഫുഡ്മെന്മാർ അവിടെ ഇങ്ങനെ വേണം, ഇവിടെ പരിചാരകന്മാരായിട്ട്. പിന്നെ ഇതൊക്കെ അവിടെ ഡ്രീംസ് ആണ് കേട്ടോ. വാട്ട് ആർ ദ ഡ്രീം ഓർ വാട്ട് വർ ദ ഡ്രീംസ് ഓഫ് ദിസ് ലിറ്റിൽ ഗേൾ? ഈ സൗന്ദര്യം മാത്രം എന്നാൽ ഇതൊക്കെ ഇവക്കുണ്ടോ? ഇല്ല. ഈ 5 വേർ എന്നാണ്. ഈ 5 വേർ എന്നാണ് അൺറിയൽ കണ്ടീഷനാണ്. ഈ 5 വേർ ബേർഡ് എന്ന് പറഞ്ഞാൽ ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ എന്ന പോലെ, ഞാൻ അങ്ങനെയൊക്കെ ആയിരുന്നുവെങ്കിൽ. അപ്പൊ നിങ്ങൾക്കും സ്വപ്നം കാണാം, ആർക്കും സ്വപ്നം കാണാം, അല്ലേ? ഞാൻ രാജകുമാരി ആയിരുന്നെങ്കിൽ, വെഞ്ചാമര വീശിക്കൊണ്ട് എൻ്റെ പരിചാരകന്മാരൊക്കെ എൻ്റെ അപ്പുറമൊക്കെ നിന്നുകൊണ്ട്, അങ്ങനെയൊക്കെ സ്വപ്നം കാണുമല്ലോ. ആൻഡ് പിന്നെന്താ? തോട്ട് ഓഫ് ലോങ് റിസപ്ഷൻ ഹാൾ. പിന്നെ തൻ്റേതാകുന്ന വീട്ടിലൊരു നീണ്ട സ്വീകരണ മുറി, റിസപ്ഷൻ ഹാൾ ഹങ് തൂക്കിയിടണം. എന്ത്? ഹങ് വിത്ത് ആൻഷ്യൻ സിൽക്ക്, ചില പുരാതനമായ പൗരാണികമായ പട്ട് സിൽക്ക് കൊണ്ടുള്ള കർട്ടനൊക്കെ തൂക്കിയിട്ട്. ഓഫ് ദ ഡെയിൻഡി എന്ന് പറഞ്ഞാൽ മിനുമിന തിളങ്ങുന്ന ക്യാബിനറ്റ്സുകൾ വേണം. അതിനകത്ത് കണ്ടെയ്നിങ് പ്രൈസ്ലെസ്, വിലമതിക്കാൻ പറ്റാത്ത ക്യൂരിയോസിറ്റീസ്, ലാലമാര. നമ്മുടെ ഈ ഹാളിലൊക്കെ വെക്കാറില്ലേ ഷോക്കേസ്, ആ ഷോക്കേസിൽ വല്ല ആനക്കൊമ്പ് കൊണ്ടോ ഒക്കെയുള്ള വലിയ വലിയ പണക്കാരെ വീട്ടിലൊക്കെ ആണില്ലേ, വിലമതിക്കാൻ പറ്റാത്ത ക്യൂരിയോസിറ്റീസ് നിറച്ചിരിക്കുന്ന ഈ ഷോക്കേസ്. ആൻഡ് ഓഫ് ദ ലിറ്റിൽ കോക്ടിഷ്
പെർഫ്യൂംഡ് റിസപ്ഷൻ റൂം. സുഗന്ധം പരത്തുന്ന ഒരു കോക്ടീഷ് പെർഫ്യൂംഡ് പറഞ്ഞ ചെറിയ റൂമുകൾ. അവിടെ പെർഫ്യൂം, നല്ല സുഗന്ധം പരത്തുന്ന റിസപ്ഷൻ റൂമാണ് തൻ്റെ വീട്ടിൽ വേണ്ട. റൂംസ് മെയ്ഡ് ഫോർ ഉണ്ടാക്കിയിട്ടുള്ള ചാറ്റിംഗ്. അതെന്തിനാണ് ആ റൂം? ഇനി വേറെ റൂം. ആ റൂമിൽ നല്ല സുഗന്ധം വ്യാപിക്കുന്ന ഒരു കോക്ടീഷ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലറിഷ് ആയിട്ടുള്ള ഒരു റൂം. അവിടെ ഇങ്ങനെ സുഗന്ധമൊക്കെ സ്പ്രേ ചെയ്തിട്ട്, അതെന്തിനാണെന്നറിയോ? ഈ ഗോസിപ്പിനല്ലേ. ക്യാബിനറ്റ് കണ്ടെയ്നിങ് പ്രൈസ് മെയ്ഡ് ഫോർ. ആ റൂം ഉണ്ടാക്കണം എന്തിനെന്നറിയോ? ഇച്ചിരി ഇംഗ്ലീഷുകാരുടെ വീടുകൾക്കൊക്കെ ഓരോ റൂം ഓരോരോ ലക്ഷ്യം ഉണ്ടാവും. നമുക്ക് ഒരു ലക്ഷ്യമില്ലാത്ത സ്മോക്കിംഗ് റൂം, സ്റ്റഡി റൂം, ലൈബ്രറി റൂം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ മെയ്ഡ് ഫോർ ചാറ്റിംഗ്. അതൊരു ചാറ്റിംഗ് റൂമാണ്. ചാറ്റ് ചെയ്യാറുണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക അല്ലേ, ചിലക്കുക. എന്താ ചാറ്റിംഗ് അറ്റ് 5 o'clock. 5 മണിയാകുമ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ലല്ലോ. അയൽക്കാരിനെ വിളിക്കുക, നമ്മളും കൂടുക, എന്നിട്ട് എന്തെങ്കിലും ഗോസിപ്പ്, ഏഷണി, കുശുമ്പൊക്കെ പറഞ്ഞ് നടക്കാം. ക്ലോക്ക് വിത്ത് ഇൻമേറ്റ്സ്. വിത്ത് ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ്. തൻ്റെ ഉറ്റ സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തുക, അവരുടെ കൂടെ ചാറ്റ് ചെയ്യാനൊരു റൂം. അവിടെ ആലങ്കാരികമായും നല്ല പെർഫ്യൂമൊക്കെ വേണം. ചില വീട്ടിലൊക്കെ കയറി ചെന്നാൽ പെർഫ്യൂമിനെ പകരം ദുർഗന്ധമാവും വന്നിക്കുക അല്ലേ. എത്രയോ ദിവസമായി അലക്കാത്ത ബെഡ് സ്പ്രെഡും അല്ലെങ്കിൽ കിടക്കവിരിയും ഉടുത്ത തുണി അയച്ചിട്ടതിൻ്റെയൊക്കെ ദുർഗന്ധം ഉണ്ടാവും ചില പണക്കാരെ വീട്ടിലൊക്കെ. പക്ഷെ ഇവള് പറയുന്ന ഇതാണ്, ഇൻറ്റിമേറ്റായ സുഹൃത്തുക്കളെ വിളിച്ച് ഇരുത്തി സൗഹൃദ സംഭാഷണം നടത്താനുള്ള റൂം. സ്വപ്നം നോക്ക്. ഫ്രണ്ട്സ് വിത്ത് മെൻ. പുരുഷന്മാരുടെ കൂടെ, ആണുങ്ങളുടെ കൂടെ, ഫേമസ്, അറിയപ്പെടുന്ന പുരുഷാദി ഗണങ്ങളെ വിളിച്ചു വരുത്തി. ചില പെണ്ണുങ്ങളൊക്കെ അങ്ങനെയാണ്. അത്തരം കാര്യങ്ങളൊക്കെ താല്പര്യമായിരിക്കും. സമൂഹത്തിൽ നല്ല വിലയും നിലയൊക്കെ ഉള്ള ആണുങ്ങളെ വിളിച്ചു വരുത്തുക. സോട്ട് ആഫ്റ്റർ എന്നാണ്. സീക്ക് ആഫ്റ്ററിന്റെ പാസൻസ് ആണ്. സോട്ട് ആഫ്റ്റർ എന്ന് പ്രത്യേകിച്ച് തിരഞ്ഞെടുത്ത് കൊണ്ടുവന്ന. സീക്ക് ചെയ്യാൻ അന്വേഷിക്കുക. എവിടെയാണ് ഏറ്റവും വലിയ മഹാന്മാരുള്ളെങ്കിൽ ആ മഹാന്മാരെയൊക്കെ വിളിച്ചു വരുത്തി 4 ആൾ കാണത്തൊക്കെ തൻ്റെ വീട്ടിനകത്ത് റൂമിലിരുന്ന് ഇങ്ങനെ സൗഹൃദ സംഭാഷണങ്ങളൊക്കെ നടത്തുക. ഇതൊക്കെയാണ് അവളുടെ സ്വപ്നങ്ങൾ. അവരെ ആൾ വുമൺ എൻവി. അവരെ കണ്ടാൽ എല്ലാ സ്ത്രീകളും അസൂയപ്പെടണം. എൻവിയാണ് അസൂയപ്പെടുക. ആൻഡ് ഹൂസ് അറ്റൻഷൻ, അവരുടെ ശ്രദ്ധ, ദേ ആൾ ഡിസയർ, അവർ ആഗ്രഹിക്കണം. മോഹൻലാലോ മമ്മൂട്ടിയൊക്കെ വന്ന് എൻ്റെ റൂമിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ മറ്റു പെണ്ണുങ്ങൾക്ക് അസൂയ ഉണ്ടാവില്ലേ? അവർ എൻ്റെ റൂമിലുണ്ടായിരുന്നെങ്കിൽ എന്ന്. അങ്ങനെ മറ്റുള്ളവർക്ക് അസൂയ ജനിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു ആർഭാട ജീവിതമാണ് ഈ പെൺകൊടി സ്വപ്നം കണ്ടേന്ന്. മനസ്സിലായല്ലോ? അടുത്ത പാര. വെൻ ഷീ സാറ്റ് ഡൗൺ ടു ഡിന്നർ. ഇങ്ങനെയുള്ള അവള് അത്താഴം കഴിക്കാനായിട്ട് ഇരിക്കുമ്പോൾ, സാറ്റ് ഡൗൺ ഇരിക്കുമ്പോൾ, ടു ഡിന്നർ ആണ് വൈകുന്നേരത്തെ ഭക്ഷണം, ഡിന്നർ. ബിഫോർ ദ റൗണ്ട് ടേബിൾ. ഒരു വട്ടമേശ ഉണ്ട് അവിടെ. റൗണ്ട് ടേബിളിൻ്റെ കവേർഡ് വിത്ത് ടേബിൾ ക്ലോത്ത്സ്. ടേബിൾ ക്ലോത്ത്സിനാൽ വിരിക്കപ്പെട്ട ഇൻ യൂസ് 3 days. എത്ര ദിവസമായിട്ട്? 3 ദിവസമായി ഉപയോഗിച്ച ടേബിൾ ക്ലോത്ത്സ് വിരിച്ച ഒരു വട്ടമേശയിലാണ് അവിടെ ഇപ്പം ഇരിക്കുന്നത്. അത് അലക്കിയിട്ടും ക്ലീൻ ആക്കിയിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഭാഗത്ത് ഇങ്ങനെയൊക്കെ സ്വപ്നം കാണുമ്പോൾ മറുഭാഗത്ത് തൻ്റെ വീട്ടിലെ അവസ്ഥ പറയുകയാണ്. എന്താ? 3 days ആയിട്ടുണ്ട്, 3 ദിവസമായിട്ടുണ്ട് ആ ടേബിൾ ക്ലോത്ത് അലക്കിയിട്ടെന്ന്. നിങ്ങളൊക്കെ വീട്ടിൽ അങ്ങനെ ഉണ്ടാവുമല്ലോ അല്ലേ? ആൻഡ് അങ്ങനെയുള്ള ഒരു വട്ടമേശയുടെ ഓപ്പോസിറ്റ്, എതിർവശത്ത് ഹർ ഹസ്ബൻഡ് ഇരിക്കുന്നു. ആ ചിത്രം ഒന്ന് കാണണം. ഒരു ഭാഗത്ത് നല്ല മഹനീയമായ സ്വപ്നങ്ങൾ, മറുഭാഗത്ത് തൻ്റെ യാഥാർത്ഥ്യങ്ങൾ എന്താ? ഒരു വൃത്തികെട്ട മേശ. ആ മേശയുടെ ഓപ്പോസിറ്റിൽ ഒരു ഭർത്താവ് ഇരിക്കുന്നു. അയാളാകട്ടെ അൺകവേർഡ്, മൂടി വെക്കാതെ, സൂപ്പിന്റെ പാത്രം, ഒരു എന്താണ് കവടിപ്പിഞ്ഞാണത്തിൽ കുറച്ച് സൂപ്പ് ഇങ്ങനെ തുറന്നിട്ടിരിക്കുന്നു. അത് ഇംഗ്ലീഷുകാരെ സംബന്ധിച്ചോളം സഹിക്കാൻ പറ്റാത്ത ഒന്നാണ്. എപ്പോഴും ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ മൂടി വെക്കും അവർ. അപ്പോൾ തുറന്നിട്ട പാത്രത്തിൽ സൂപ്പ് കുടിക്കാനായി കൊണ്ടിരിക്കുന്ന തൻ്റെ പ്രിയ ഭർത്താവ് അല്ലേ. ആൻഡ് ഡിക്ലെയർഡ്, അയാൾ പ്രഖ്യാപിക്കുന്നു. വിത്ത് ഡിലൈറ്റഡ്, സന്തോഷഭാവത്തിൽ ഭർത്താവ് പറയുക. ഈ കൊട്ടേഷൻ എന്താ? സൂപ്പിന്റെ മുമ്പിൽ ഇരിക്കുന്ന ഭർത്താവ് പറഞ്ഞ കൊട്ടേഷനാണിത്. എന്താ? ഗുഡ് സൂപ്പ്. നല്ല സൂപ്പാട്ടോ, ഗുഡ് സൂപ്പ്.
ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. എനിത്തിങ് ബെറ്റർ ദാൻ ദാറ്റ്. ഓ, ഞാൻ ഈ സൂപ്പിന്റെ അത്ര, അതിനേക്കാൾ നല്ലൊരു സൂപ്പ് ഞാൻ ഈ ജന്മത്തിൽ കുടിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഇതൊക്കെ സാറ്റയറാണ്, ഒരു വിരോധാഭാസം പറയുകയാണ്. കാരണം ഈ ഇംഗ്ലീഷുകാരെ സംബന്ധിച്ചോളം ഈ സൂപ്പൊക്കെ കുടിക്കുക സാധാരണ ആൾക്കാരാണ്. അപ്പം നമ്മളിവിടെ കഞ്ഞിവെള്ളം കുടിക്കാറുള്ള മാതിരി അല്ലേ. അപ്പോൾ കഞ്ഞിവെള്ളം മോന്തിക്കൊണ്ടിരിക്കുന്ന ഭർത്താവ് നിർത്തോളൂ, ഫോർ ദ സേക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കാൻ വേണ്ടി. അതിന് പറയാ, നല്ല സൂപ്പ്, അടിപൊളി സൂപ്പ് അടി എന്ന്. എൻ്റെ ജീവിതത്തിൽ ഇതേപോലത്തെ ഒരു സൂപ്പ് കുടിച്ചിട്ടില്ല എന്ന് ഷീ തോട്ട്. അവൾ ചിന്തിച്ചു ഓഫ് ഡെയിൻഡി ഡിന്നേഴ്സ്. ഈ സമയത്ത് അവൾ സ്വപ്നം കാണുന്നതാ വളരെ തിളക്കമാർന്ന അത്താഴമാണ് അല്ലേ. നമ്മളെ ഷവർമയോ കീറമയോ എന്തൊക്കെയല്ലേ ഇപ്പോൾ പുറത്ത് പോയിട്ട് കഴിക്കുന്ന ഭക്ഷണങ്ങൾ. ഇന്നിപ്പോൾ അങ്ങനെ വീട്ടിൽ വെപ്പും തീനൊന്നും ഇല്ല. പുറത്ത് പോയിട്ട് 4000 5000 ബില്ലൊക്കെ കൊടുത്ത് കുടുംബസമേതം വീട്ടിൽ വന്ന് പിന്നെ ഒന്നിച്ച് കെട്ടി തൂങ്ങി ചാവേണ്ട അവസ്ഥയാണ് അല്ലേ. ആൻഡ് കഴിക്കുമ്പോൾ ഒക്കെ സുഖമാണ്, പക്ഷെ ബില്ല് വരുമ്പോഴാണ് അസുഖം അല്ലേ. ആൻഡ് തോട്ട് ഓഫ് ഡൈൻഡി ഡിന്നേഴ്സ്, എങ്ങനെയോ ഷൈനിങ് സിൽവർ വെയർ, തിളക്കമാർന്ന സിൽവർ പാത്രത്തിൽ, പിന്നെ ഇങ്ങനെ ടേപ്സ്റ്ററി ആയിട്ടുള്ള നല്ല അലങ്കാരിക റൂമിൽ, ദാറ്റ് പീപ്പിൾ ജനങ്ങൾ, ദാറ്റ് പീപ്പിൾ ദ വാൾ, ഈ നമ്മുടെ ചുമരിനെയൊക്കെ അലങ്കരിക്കുന്ന നല്ല ടേപ്സ്റ്ററി ഉള്ള ഒരു റൂം, വിത്ത് ആൻഷ്യൻ പേഴ്സണേജസ്, വിത്ത് ചില പൗരാണികമായ വസ്തുക്കളൊക്കെ, വിത്ത് സ്ട്രേഞ്ച് വിചിത്രമായ ബേർഡ്സ് ഫ്ലൈയിങ്, പക്ഷികൾ പറന്ന് കൊണ്ടിരിക്കുന്ന കർട്ടനൊക്കെ തൂക്കിയിരിക്കുന്ന, ഇൻ ദ ലിറ്റിൽ ഫ്ലൈയിങ് ഇൻ ദ മിഡിസ്റ്റ് ഓഫ് എ ഫെയറി ഫോറസ്റ്റ്, ഒരു യക്ഷിക്കാടിൻ്റെ ഉള്ളിൽ. അങ്ങനെ ഉണ്ടല്ലോ ഈ സീനറിയൊക്കെ ഉണ്ടാവുമല്ലോ കർട്ടനിൽ, അതൊക്കെ ഇങ്ങനെ ഫെയറി ഫോറസ്റ്റ് എന്താ, യക്ഷിക്കാട്, ഒരു സാങ്കല്പിക യക്ഷിക്കാടിൽ പക്ഷികൾ പറന്ന് വിഹരിക്കുന്ന ചിത്രസഹിതങ്ങളൊക്കെ അലങ്കരിച്ച ഒരു ചുമര്, അതിൻ്റെ അടുത്ത് അതിനേക്കാൾ തിളക്കാൻ മാറുന്ന അത്താഴം കഴിക്കുന്ന സ്വപ്നമാണ് അവൾക്കുള്ളത്. ആൻഡ് ഷീ തോട്ട്, അവൾ ചിന്തിച്ചു ഓഫ് എന്താ ഡെലീഷ്യസ് ടേസ്റ്റ്ഫുൾ, നല്ല ടേസ്റ്റുള്ള ഡിഷുകൾ എന്ന് അറിയില്ലേ. ഡിഷ് എന്ന പാത്രം തന്നെ ഇവിടെ അർത്ഥം. എന്താ വിഭവങ്ങൾ, വളരെ ടേസ്റ്റ്ഫുള്ളായ വിഭവങ്ങൾ കഴിച്ചുകൊണ്ട് അല്ലെ, ഡിഷസ് സെർവ്ഡ് ഓൺ, വിളമ്പിയിട്ടുള്ളത് എങ്ങനെ, ഓൺ മാർവലസ് പ്ലേറ്റ്, വണ്ടർഫുള്ളായ പ്ലേറ്റിൽ, മിന്നും തിളങ്ങുന്ന നല്ല പ്ലേറ്റൊക്കെ ഉണ്ടല്ലോ ഒന്ന്, ആ പ്ലേറ്റിൽ ഇങ്ങനെ വിളമ്പിയിട്ടുള്ള ആ പൊരിച്ച ചിക്കൻ്റെ എന്താ 65 അതൊക്കെ മാർവലസ് പ്ലേറ്റ്സ്, ആൻഡ് ഓഫ് ദ മാത്രമല്ല, ആൻഡ് ഓഫ് ദ വിഷ്പേർഡ് ഗാലൻട്രീസ് ഓഫ് ബീച്ച് അല്ലേ, അവിടെ മന്ത്രിക്കുന്ന, അതായത് ഗാലൻട്രീസ് എന്ന പൊളൈറ്റായ അറ്റൻഷൻ ചെയ്തിരിക്കുന്ന വളരെ മര്യാദ രൂപത്തിൽ, പൊളൈറ്റ് എന്ന് പറഞ്ഞാൽ ഗാലൻട്രീസ് എന്നാൽ പൊളൈറ്റ്, സാമാന്യ മര്യാദ രൂപത്തിൽ, ടു വിച്ച് അതിൽ യു ലിസൺ, നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ ഇങ്ങനെ മന്ത്രിക്കുന്ന സംഭാഷണത്തിൽ നമ്മൾ ഈ ചില കവിതാക്കളെ കണ്ടില്ലേ, വല്ല പാർക്കിൽ അവിടെയൊക്കെ പോയി ഓഫീസിൽ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മന്ത്രിച്ചുകൊണ്ട് ആകർഷണീയമായ മന്ത്രവചനങ്ങൾ നടത്തുന്ന, വിച്ച് യു ലിസൺ, അത് നിങ്ങൾ ഇങ്ങനെ കേട്ടിരിക്കുക അപ്പുറത്ത് അല്ലേ. വിത്ത് എങ്ങനെ അവിടെ ഒരു ഉപമ പറയുന്നുണ്ട്, ഫിനിക്സ് ലൈക്ക്, അത് പ്രൊണൗൺസ് ചെയ്യുന്ന ഫിനിക്സ് എന്നുള്ള ഒരു സാങ്കല്പിക ജന്തുവാണ്. ഈ ഇത് നമ്മുടെ ഇതിലുള്ള ഗ്രീക്ക് മിത്തോളജിയിലുള്ള ഒരു സാങ്കല്പിക ജന്തുവാണ്. അതിൻ്റെ മുഖം എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയ വുമൻ്റെയാണ്, അതിൻ്റെ ശരീരം എന്ന് പറയുന്നത് സിംഹത്തിൻ്റെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ജന്തു. അങ്ങനെ ഒരു ജന്തു ഇല്ല, പക്ഷെ അതൊരു സാങ്കല്പിക ഇതാണ്. പക്ഷെ ആ മുഖത്ത് കാണുന്ന വശീകരണ പുഞ്ചിരിയോട് കൂടിയ പുഞ്ചിരിയിൽ നിന്ന് അവരങ്ങനെ ഉപമിക്കുക നമ്മളവിടെ പറയുന്നത്. അപ്പം ഫിനിക്സ് സ്മൈലോട് കൂടി, പുഞ്ചിരിയോട് കൂടി നിങ്ങൾ ഓപ്പോസിറ്റിൽ, അപ്പം ഒരു ഓപ്പോസിറ്റിൽ ഒരു ഫിനിഷ് പക്ഷി ഇരിക്കുക, അല്ലെങ്കിൽ ഫിനിഷ് ജന്തു ഇരിക്കുക, ആ ട്യൂബ്ലൈറ്റ് പുഞ്ചിരി, അല്ലെങ്കിൽ ആരെയും ആകർഷിക്കുന്ന ഗ്രീക്ക് പുരാണത്തിൽ പറഞ്ഞ ഒരു ഫിനിക്സ് ജന്തുവിനെ പോലെ ആകർഷണീയമായി പുഞ്ചിരിക്കാൻ. അങ്ങനെയാണല്ലോ, ചിലരുടെ പുഞ്ചിരിയിൽ വീഴും ചില ആൾക്കാർ അല്ലേ, ചിലരുടെ നോട്ടത്തിൽ വീഴും ചില ആൾക്കാർ. അങ്ങനെ നിങ്ങളെ വശീകരിക്കാനുള്ള ആ വശ്യരൂപത്തിലുള്ള പുഞ്ചിരിയോട് കൂടിയിരിക്കുന്ന ഞാനാകുന്ന ഫിനിക്സ് ജന്തു, സ്മൈൽ വിത്ത് യു
എങ്ങനെ വൈൽ യു ആർ ഈറ്റിംഗ്, നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദ പിങ്ക് മീറ്റ്, എങ്ങനത്തെ ഇറച്ചിയാന്ന് കൂടി പറയുന്നത്, നല്ല പിങ്ക് കളറുള്ള, അങ്ങനെ ചേരുവകളൊക്കെ ചേർന്ന് കുറച്ച് പൊടി മസാല കളറൊക്കെ ചേർക്കുമ്പോൾ പിങ്ക് കളറാകുമല്ലോ. പിങ്ക് കളേർഡ് ട്രോട്ട് എന്ന് പറഞ്ഞ ഒരു മത്സ്യമാണ്. മത്സ്യത്തിന്റെ വിത്ത് വിങ്സ് ഒക്കെ ഈ കാടപ്പക്ഷിയിൽ, കൊയിൽ എന്ന് പറഞ്ഞ കാടയുടെ ചിറകാണില്ല, ചിലൊക്കെ കാടയൊക്കെ അതിന്റെ തൂവലൊക്കെ പറിച്ച് ഇങ്ങനെ കോത്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഈ കാട ഇറച്ചിയും അതുപോലെ ഈ ട്രോട്ട് എന്ന് പറഞ്ഞ പുഴ മത്സ്യവും അതൊക്കെ പൊരിച്ച് ഓപ്പോസിറ്റിൽ ഒരാളോട് മന്ത്രിച്ച് തന്ത്രിച്ച് അങ്ങനെ ഇരുന്ന് വശ്യരൂപത്തിൽ ഭക്ഷണം കഴിക്കാനൊക്കെയാണ് ഇവളുടെ സ്വപ്നം. അപ്പ ഒരു ഭാഗത്ത്. ആ സമയത്ത് ഇവിടെയുള്ളതോ ഓപ്പോസിറ്റിലൊരു മുരടൻ ഭർത്താവ് കിട്ടിയ കഞ്ഞിവെള്ളം, നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ സൂപ്പ്, സൂപ്പ് പറഞ്ഞാൽ ശരിക്കും ഇറച്ചിയൊക്കെ വെട്ടി നുറുക്കി വേവിച്ച് അതിനെടുക്കുന്ന വെള്ളമല്ലേ. അപ്പം അതിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെ അവളുടെ ഫാന്റസീസ്, ഡ്രീംസ് ആണ് പെൺകുട്ടിയുടെ. അടുത്ത പേരാ. ഇനി അപ്പൊ എന്തൊക്കെയാണെന്ന് അവളുടെ വീട്ടിലെ അവസ്ഥ ഇതാണ്. പിന്നെയോ ഷീ ഹാഡ് നോ ഗൗൺസ്, അവൾക്ക് ഗൗൺ ഡ്രസ് ഒന്നുമില്ല. നൈറ്റി, നമ്മളെ വീട്ടിലൊക്കെ പെണ്ണുങ്ങൾ മത്സരിച്ച് നൈറ്റി ഡ്രസ്സൊക്കെ ഇടണില്ല. അപ്പൊ അവൾക്ക് കാര്യമായിട്ട് ഗൗൺസ് ഒന്നുമില്ല. നോ ജ്വൽസ്, ആഭരണം പിന്നെ പറയും വേണ്ട. രത്നാഭരണങ്ങളൊന്നുമില്ല. നത്തിങ് ഒന്നുമില്ലാത്ത വട്ടപൂജ്യമായ ഒരു പെൺകുട്ടിക്ക് എന്തേ ഉള്ളൂ ആകെ എലിഗൻസി, സൗന്ദര്യമുണ്ട്. പിന്നെയോ ഷീ ലവ്ഡ് നത്തിങ്, അവളൊന്നും കൊതിച്ചിട്ടുമില്ല, ഇഷ്ടപ്പെട്ടിട്ടുമില്ല. ബട്ട് ദാറ്റ്, ഇതൊന്നും അവൾക്കില്ല, ഇതൊന്നും അവൾ കൊതിച്ചിട്ടുമില്ല. എന്താ കൊതിച്ചിട്ട് കാര്യമില്ല. ദെൻ ഷീ ഫെൽറ്റ്, അവൾക്ക് തോന്നി. ഫെൽറ്റ് എന്നുള്ള ഫീലിന്റെ പാസൻസ് ആണ്. മെയ്ഡ് ഫോർ ദാറ്റ്, ഇങ്ങനെയൊക്കെ വിധിക്കപ്പെട്ടതാണ്. മെയ്ഡ് ഫോർ ദാറ്റ് മീൻ ഡെസ്റ്റിൻഡ് ഫോർ ദാറ്റ്, ഇതൊക്കെ സഹിക്കാനും അനുഭവിക്കാനും ഒക്കെ വിധിക്കപ്പെട്ടവളാണ് ഞാൻ. എനിക്ക് അതൊന്നും വിധിച്ചിട്ടില്ല, ഈ പറഞ്ഞതൊന്നും എനിക്ക് വിധിച്ചിട്ടുള്ളത് ഇതൊക്കെയാണ് എന്ന്. ആൻഡ് ഷീ വുഡ് ഹാവ് ലൈക്ക് സോ മച്ച് എന്ത് ടു പ്ലീസ്, സന്തോഷിക്കാനായി ഒരുപാട് ആഗ്രഹിച്ച കുട്ടിയാണ്. ഷീ വുഡ് ഹാവ് ലൈക്ക്ഡ് സോ മച്ച് ടു പ്ലീസ് എന്ന രസിക്കാൻ, സന്തോഷിക്കാൻ. ടു ബി എൻവീഡ്, അസൂയപ്പെടാൻ. പാസീവ് വോയിസ് ആണ് ഉപയോഗിക്കുന്നത്. മറ്റുള്ളവരാൽ അസൂയപ്പെടാനും, മറ്റുള്ളവരാൽ ഒരുപാട്, അല്ലെങ്കിൽ തൻ്റെ ആസ്വാദനം കണ്ടിട്ട് മറ്റുള്ളവർ ഒരുപാട് അതിൽ സന്തോഷിക്കുന്ന ഒരാള്. പിന്നെയോ ടു ബി ചാമിങ്, അങ്ങേയറ്റം അഴക് ഉള്ളവരായിട്ട്. ടു ബി സോട്ട് ആഫ്റ്റർ, തന്നെ തേടി വരുന്നവളായിരിക്കണം. ഈ ഭൂമുഖത്തുള്ള എല്ലാ ആൾക്കാരും എവിടെ മാത്തില്ല എന്ന് പറഞ്ഞ് അവളെ തേടി വരുന്ന ഒരാളെ പെൺകുടിയായിരുന്നെങ്കിൽ ഞാൻ. ഇതൊക്കെയാണ് അവളുടെ അവസ്ഥ ഇപ്പോൾ. മനസ്സിലാകുന്നുണ്ടോ? ആൻഡ് ലാസ്റ്റ് പേര ഓഫ് ദി സെഷൻ. ഡിയേഴ്സ്, ഈ സെഷന്റെ അവസാനത്തെ പേര് എന്താ പറയുന്നത്? അങ്ങനെയുള്ള പെൺകുട്ടിക്ക് ഷീ ഹാഡ് എ ഫ്രണ്ട്, അവൾക്കൊരു സുഹൃത്തുണ്ടായിരുന്നു. ഷീ ഹാഡ് എ ഫ്രണ്ട്. നിങ്ങൾക്കുണ്ടാവുമല്ലോ സുഹൃത്തുക്കളൊക്കെ, കൂട്ടുകാരൊക്കെ. അപ്പൊ ഇവക്കൊരു കൂട്ടുകാരി ഉണ്ട്. എ ഫോർമർ സ്കൂൾമേറ്റ് ആണ്. പണ്ട് സ്കൂൾ പഠിക്കുമ്പോൾ ഉണ്ടായ ഒരു ക്ലാസ്സിലെ സുഹൃത്താണ്. സുഹൃത്ത്. ദ കോൺവെന്റിൽ പഠിക്കുമ്പോൾ, മിഷണറിയില്, അവിടെ വെച്ച് എനിക്കൊരു ക്ലാസ്മേറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ വസ് റിച്ച്, അവൾ വലിയ പണക്കാരിയാണ്. ആ സുഹൃത്ത് വസ് റിച്ച് ആണ്. അതുകൊണ്ട് തന്നെ അനക്കും അവളെ ഷീ ഡിഡ് നോട്ട് ലൈക്ക്, അതുകൊണ്ട് അവള് കണ്ണിന്റെ നേരെ കണ്ടുകൂടാ അവളെ. ലൈക്ക് ടു ഗോ, ചെല്ലാനോ സീ കാണാനോ എനിമോർ. സ്കൂള് കോൺവെന്റ് വിട്ടതിന് ശേഷം എന്നാ ഞങ്ങളൊന്ന് പോയി കാണാന്ന് സ്വപ്നേബി നനച്ചിട്ടില്ല. അങ്ങനെയാണല്ലോ നമ്മളെ കൂട്ടുകാരൊക്കെ ഇനി സ്കൂളൊക്കെ വിട്ടാലും കോളേജ് വിട്ടാലും ഒക്കെ ഒന്ന് പോയി കാണാറൊക്കെ ഉണ്ടല്ലോ, സൗഹൃദ സന്ദർശനം. പക്ഷെ ഇവർക്ക് അങ്ങനെ തോന്നുന്നില്ല അവളെ ഒന്ന് പോയി കാണാൻ. എന്താ ടു സീ എനിമോർ ബിക്കോസ്, കാരണം ഷീ വേറൊന്നുമല്ല, ഫെൽറ്റ്, അവൾക്ക് തോന്നി, സോ സാഡ്, വളരെ സങ്കടം, വെൻ ഷീ കേം ഹോം, അവള് വീട്ടിലൊക്കെ വരുമ്പോ, അല്ലെങ്കിൽ ഞാൻ അവളെ വീട്ടിൽ പോകുമ്പോ ഒക്കെ അവൾക്ക് ഭയങ്കര സങ്കടം. എന്തുകൊണ്ടാ സങ്കടം എന്നൊക്കെ അറിയാലോ.
ഷി വാസ് വെരി വെരി റിച്ച് ആൻഡ് ഐ ആം വെരി വെരി പുവർ. ഞാൻ വളരെ ഡൗൺ ട്രോഡൻ അധോഗതിയിലുള്ളവൾ, അവളാണെങ്കിൽ ജീവിത സൗഭാഗ്യത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലുള്ളവളായതുകൊണ്ട് എനിക്ക് അവളെ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ആ സുഹൃത്തിനെ ഞാൻ പിന്നെ പോയി കണ്ടിട്ടും ഇല്ല. ഞാനിപ്പോൾ ഈ ജയിൽ തുല്യമായ വീട്ടിനകത്ത് ഡിപ്രസ് സപ്രസ് ഒപ്രസ്, എങ്ങനെ ഡിപ്രസ് സപ്രസ് ഒപ്രസ് എന്നൊക്കെ പറഞ്ഞ ഒരേ അർത്ഥമാണ്. ഒരടിച്ചമർത്തപ്പെട്ടവളായിട്ട് ജീവിതം കട്ടിച്ച് പിടിച്ച് അമർത്തി ജീവിക്കുന്നു എന്ന് പറയുന്നതോടുകൂടി രണ്ടാം സെക്ഷൻ തീരുകയാണ്. ഓക്കെ, വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ.